ആരാധകരെ ശാന്തരാകൂ, ശാന്തരാകൂ. എല്ലാവർക്കും ഞങ്ങളുടെ വിശ്വാസംസകൾ. ഒരു പെർഫോമൻസിലൂടെയാണ് ഞങ്ങൾ നിങ്ങൾക്കൊരു വിഷു കൈനീട്ടം തരാൻ പോകുന്നത്. അല്ല, സ്റ്റാൻഡപ്പ് കോമഡി. താമസിച്ചാലും എണീക്കും ഞാൻ. സ്റ്റാൻഡപ്പ് കോമഡി അല്ല, ഇതിപ്പോ കോമഡി ആയി. എങ്ങനെയുണ്ട് ചേച്ചി ഞങ്ങളുടെ ഈ പുതിയ മാറ്റം? നോക്കട്ടെ, കാണട്ടെ. മാറ്റമൊക്കെ കൊള്ളാം. പക്ഷെ പഴയ കോമഡി ആയിട്ട് ഇറങ്ങിയുണ്ടല്ലോ, നമ്മൾ എടുത്ത് മാറ്റുമെന്നാണ് ഡയറക്ടറുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് പഴയത് വേണ്ട, പുതിയത് വേണം. അപ്പൊ നമ്മൾ എന്നാ വെച്ചാൽ ഒരു എപ്പോഴും ഒരു ചൂടായിട്ട് അപ്ഡേറ്റ് ആയിരിക്കണം. അണ്ണാ ഇപ്പോഴും ചെയ്യുന്ന ആ പഴയ അമ്മച്ചി മറ്റേ ട്രെയിലറും ഒക്കെ ഒരു മാറ്റവും ഇല്ല. ഇന്ന് വിഷു പ്രമാണിച്ച് ചെറിയ എഫക്റ്റുകൾക്കൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി എഫക്ട്സ് ഉണ്ട്. കാണിച്ചു തന്നാലോ എങ്ങനെയുണ്ട്? കുഴപ്പം. അതെന്താ? കോമഡി മാസ്റ്റേഴ്സ് പ്രസൻസ് വിഷു സെലിബ്രേഷൻ. അല്ല ജോബ് ചേട്ടാ, ഇതില് വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നുമില്ലല്ലോ. ഇനി മോളെ, ഈ കൊന്നയുടെ ഒക്കെ മേളിൽ കൂടെ ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹെലികോപ്റ്ററിന്റെ അടുത്ത പൂക്കളാണ് ഈ കാണുന്നത്. ഒന്ന് താത്തിറക്കാവോ? ഇപ്പോഴോ? ഭയങ്കര ചെലവാ അതൊക്കെ. ഇറങ്ങി കേറതിനകത്ത്. ആര്? അതിനകത്ത് കേറാ. ഞാനോ? ഈ ഭൂഖണ്ഡത്തിൽ നിന്ന് അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് പോകണം. അവിടെ ചിലപ്പോ ഈ ഐറ്റം പുതിയതായിരിക്കും, ഇവിടെ ഇത് പഴയതാണ് ഇപ്പോഴും. മനസ്സിലായോ? കണിക്കൊന്ന ഹെലികോപ്റ്ററിൽ തൂക്കിയിട്ടിട്ട് പുതിയതാണ്. ഇത് അമേരിക്ക കൊണ്ട് ഞാൻ ചെലവാക്കും. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നമ്മളൊക്കെ ഈ വിഷു ആകുമ്പോ കണി ഒരുക്കാനായിട്ട് പോകുമ്പോൾ അശ്വതിയൊക്കെ റീൽസ് ഒരുക്കാനായിട്ടാണ് പോകുന്നത്. അതായത് മയിൽപീലി പ്രിന്റ് ചെയ്ത സാരി, പുല്ലാങ്കുഴൽ പ്രിന്റ് ചെയ്ത ബ്ലൗസ്, മയിൽപീലി കമ്മല്, മാല. പക്ഷെ ഇപ്രാവശ്യം ട്രെൻഡ് ഏതായിരിക്കും അറിയാം? വിഷു മുഴുവൻ സാരി ഉടുത്തിട്ട് രണ്ട് കയ്യിലും ഇങ്ങനെ കണിക്കൊന്ന ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇപ്രാവശ്യം ട്രെൻഡായി പോകണമെന്ന ഒരു റീലുണ്ട്. അന്നത്ത പാത്തയെ പാത്തയെ അമ്മത്തെ പാത്തി തോ പാത്തയെ. വിഷു കഴിഞ്ഞ ഈ ശ്വേത ചേച്ചിയോട് എനിക്കൊരു കാര്യം ചോദിക്കാൻ. അല്ല, അതിലെ നമ്മൾ അത് ആയില്ല. ഇപ്പൊ നമ്മൾ കണി ഒരുക്കുന്ന സംഭവങ്ങളിലേക്കാണ് ഇപ്പൊ. കണിയൊരുക്കുന്ന സംഭവം, പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് കണിയൊരുക്കുന്ന അതാണ് പറയേണ്ടത്. അത് പറഞ്ഞു. ജോബിയുടെ മനസ്സിലെ വിഷു എന്ന് പറയുമ്പോ എന്താണ് ആദ്യം കടന്നു വരുന്നത്? എന്റെ മനസ്സിൽ വിഷു എന്ന് പറയുമ്പോഴത്തേനും സത്യം പറയാലോ, ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. ഒന്ന് മമ്മൂക്ക, രണ്ട് ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാൻ പാട്ടിന്റെ കൂടെയാണോ? സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. കണി ഒരുക്കുന്ന കാര്യത്തിലേക്കാണ് തന്നത്, എന്നിട്ടും അത് ജോബിയുടെ മനസ്സിലായി ഈ വിഷുവിനെ കുറിച്ച് എന്താണ് ഓടിയത്? എന്റെ മനസ്സിൽ വിഷു എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ കയറി വരുന്നത് പിന്നെയും തെറ്റിക്കുന്നു. അത് എന്താണെന്ന് കണിയുടെ കാര്യമാണ്. വിഷു എന്ന് പറയുമ്പോ വിഷുവിന്റെ മനസ്സിലല്ല, ജോബിയുടെ മനസ്സിൽ എന്താണ് ഓടിയെത്തുന്നത്? നമുക്ക് കിട്ടാവുന്ന പച്ചക്കറി മൊത്തം അങ്ങോട്ട് കൂട്ടി അങ്ങ് വെക്കും. സകലമാന പച്ചക്കറിയും വെച്ചിട്ട് അതിന്റെ നടുക്കൊരു വിളക്ക് വെക്കും. എന്നിട്ട് വിളക്ക് കത്തിച്ച് വിഷുക്കണി അങ്ങ് ഒരുക്കും. സകലമാന പച്ചക്കറിയും കൊണ്ടുവന്നിട്ട് വിഷുക്കണി ഒരുക്കും. അതെ, ഈ വിഷുക്കണി ഒരുക്കുന്ന പച്ചക്കറി നമ്മുടെ കേരളത്തിൽ കണി കാണാൻ പോലും കിട്ടുന്നില്ല. സത്യം. അല്ല, ഈ പച്ചക്കറികൾ പെട്ടെന്ന് തമിഴ്നാട്ടിൽ നിന്നല്ലേ വരുന്നത്? അതെന്താ പച്ചക്കറി നിന്നോട് വന്ന് തമിഴ് പറഞ്ഞു? അല്ല, അനീഷേട്ടൻ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ പച്ചക്കറി മാത്രമല്ല, നമ്മൾ ഈ എല്ലാ ആഘോഷങ്ങൾക്കും പടക്കം പൊട്ടിക്കുമല്ലോ. ഈ പടക്കങ്ങൾ മുഴുവനും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഈ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഉറക്കം വിളിച്ചു പറയും ഹാപ്പി വിഷു എന്ന്. ഹാപ്പി വിഷു എന്ന് പറയും.
പക്ഷെ നമുക്ക് ഹാപ്പി ഉണ്ടോ? അതിനാ കുഴപ്പം? ഹാപ്പി നമുക്ക് ഹാപ്പി ഇല്ല. എന്താ? തമിഴന്മാർക്കാണ് ഹാപ്പി. അതെങ്ങനെ? പച്ചക്കറി മേടിക്കുന്നു, പടക്കം മേടിക്കുന്നു, പണം നമ്മുടെ പോകുന്നു, അവർക്ക് ഹാപ്പിയാണ്. അങ്ങനെ അവർക്കാണ് ഹാപ്പി, തമിഴന്മാർക്കാണ് ഹാപ്പി. ഹാപ്പി. നമുക്ക് വെറും വിഷു. ചേച്ചി, ഞാൻ മുമ്പേ പറഞ്ഞു വന്ന കാര്യം ഇപ്പോഴേ ഞങ്ങൾക്ക് വരുവാണ്. ചേച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി വിഷു കൈ നീട്ടത്തിന് ഏറ്റവും കൂടിയ തുക എത്ര കൊടുത്തേക്കുന്നേ? അയ്യോ, ആലോചിച്ച് നോക്കി. ഓർമ്മയില്ല. ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടിട്ട് ചേച്ചി ഒരു 5001 രൂപ വിഷു കൈ നീട്ടുവാട്ടി എനിക്ക് തരണം. എനിക്ക് ഓർമ്മിക്കാനാ, എന്നും ഓർമ്മ ഞാൻ സൂക്ഷിക്കും അത്. ജോബിയെ, കൈനീട്ടം ചോദിക്കാനാ പറഞ്ഞത്, അല്ലാതെ കയ്യെന്നിട്ട് കളിച്ച് സമ്പന്നനാകാൻ ശ്രമിക്കുക. അതിന്റെ ഇടയിൽ കൂടെ 5001 കിട്ടിയാൽ എന്നാ കുഴപ്പം? അല്ല ഉല്ലാസന, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആഘോഷങ്ങളായിരുന്നു ലഹരി. ഇപ്പം ലഹരിയാണ് ആഘോഷം. അങ്ങനെ മനസ്സിലായില്ല. ഈ അടുത്ത സമയത്ത് ഈ ന്യൂ ഇയറിന് ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവം. 10 മണിയായപ്പോ നമ്മുടെ നാട്ടിലൊരു പയ്യന്റെ ഒരു 4 ഫ്രണ്ട്സ് വരുന്നു. അവരെല്ലാം കൂടെ റോഡിൽ കിടന്ന് കള്ളിൽ തുടങ്ങി ഏതൊക്കെ സാധനങ്ങൾ അടിച്ച് പിടിച്ച് സെറ്റായി അവിടെ കിടന്ന് ബഹളം അട്ടവാസമായിട്ട് നിന്ന സമയത്ത് ഒരു 2 മണിയായപ്പോ അതിലൊരു കൂട്ടുകാരന് മട്ടൻ കഴിക്കണം. വെളുപ്പിന് 2 മണിക്കാ? വെളുപ്പിന് 2 മണിക്ക് മട്ടൻ കഴിക്കണം. മട്ടൻ കഴിക്കണം. അപ്പൊ ഇവന്റെ വീടിന്റെ അടുത്തായിട്ട് കുമാർ എന്ന് പറഞ്ഞ നമ്മുടെ ചേട്ടന്റെ വീടുണ്ട്. ആ വീട്ടിലൊരാടുണ്ട്. യവന്മാരെല്ലാം കൂടെ പതിന് ചാടി ആടിനെ സെറ്റ് ചെയ്ത് വെളുപ്പിന് ആടിനെ കറി വെച്ച് മട്ടൻ ലിവർ കറി സൂപ്പ് ഒക്കെ ആയിട്ട് അടിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ കുമാരേട്ടന്റെ വീട്ടിൽ ബഹളം. ആടിനെ കാണുന്നില്ല. ആടൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയാളുടെ വീടിന്റെ ഫ്രണ്ടിൽ കെട്ടിരുന്ന പട്ടിയെ കാണുന്നില്ല. ലഹരിപ്പുറത്ത് ഇതൊന്നും ഓർമ്മില്ല. പട്ടി ഏത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് ഒരു വിഭാഗം കടന്നു പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഇദ്ദേഹം ഇത്രയും പറഞ്ഞത്. ഈ 2K കിഡ്സിനോടും 3K കിഡ്സിനോടും 4K കിഡ്സിനോടും ഒക്കെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, അടങ്ങി ഒതുങ്ങി ലഹരി ഒന്നും കഴിക്കാതെ കുടുംബത്ത് കിടന്നാൽ സ്വസ്ഥമായിട്ട് കുടുംബത്ത് കിടക്കാം. നേരെ മറിച്ചാണെങ്കിൽ സെൻട്രൽ ജയിലിൽ ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടാം. അതെ ഞങ്ങൾക്കും പറയാനുള്ളൂ. ലഹരിയൊന്നുമില്ലാതെ ഒരു നല്ല നാടായി നമ്മളെ ഈ കൊച്ചു കേരളം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും കോമഡി മാസ്റ്റേഴ്സ് ടീമിന്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.